അല്ല നോക്കൂ റാഷിദ്, ഞാൻ ഓർക്കുകയായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി ഷിപ്പിന്റെ ഒരു ഹാങ് ഓവർ ഒക്കെ വിട്ടു മാറിയിട്ടുണ്ടോ അദ്ദേഹത്തിനെന്ന്. ഇല്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് തോന്നിയത്. കാര്യം കാറ് മാധ്യമങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് കാറ് വലിച്ചിടയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി അതിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായും മാറി പഴയ പാർട്ടി സെക്രട്ടറിയിലേക്ക് പോയി. കാരണം പഴയ ചില വാക്കുകൾ അദ്ദേഹം എടുത്തുപയോഗിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒന്ന്, മനോരമയുടെ അജണ്ട; രണ്ട്, മാധ്യമ സിൻഡിക്കേറ്റ്, മാധ്യമങ്ങളുടെ കഴുകപ്പണി, എന്നെ കൊത്തിപ്പറിക്കാനുള്ള കഴുകപ്പണി നടക്കില്ല. ഇത്തരം വാക്കുകൾ അദ്ദേഹത്തിന്റെ ഡിക്ഷണറിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അതായത് അദ്ദേഹം പഴയ പാർട്ടി സെക്രട്ടറിയിലേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. സന്തോഷം. കാരണം ഈ പഴയ ഡിക്ഷണറിയിൽ പുഴുവരിച്ച വാക്കുകളുമായി വീണ്ടും ജനങ്ങളോട് സംവദിച്ചാൽ മതി എന്ന് ഇപ്പോഴും അദ്ദേഹം ചിന്തിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് ഇതിലും വലിയ ഭാഗ്യം എന്താണ് കിട്ടാനുള്ളത്? നോക്കൂ, ഇന്ന് അനിൽകുമാറിനോട് ഈ ചർച്ചയുടെ ആദ്യത്തെ അരഭാഗം മുഴുവൻ അങ്ങ് ചോദിച്ച ചോദ്യം 1.5 വർഷമായി ഞാൻ എല്ലാ ചാനൽ ചർച്ചകളിലും വരുന്ന എല്ലാ CPM പ്രതിനിധികളോടും ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് വീണ കൊടുത്ത സർവീസ്, വീണയുടെ കമ്പനി കൊടുത്ത സർവീസ് എന്ന് ഒരു വരി ഉത്തരം, ഒരു വരി വാചകത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ കോൺഗ്രസ് നിൽക്കാം സമരം ചെയ്യാൻ, ED-ക്കെതിരെ സമരം ചെയ്യാൻ, കേന്ദ്ര സർക്കാരിനും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കുമെതിരെ സമരം ചെയ്യാൻ നിങ്ങളുടെ കൂടെ തെരുവിൽ ഞാൻ വന്ന് നിൽക്കാം, കോൺഗ്രസ് നേതാക്കൾ ആകെ വന്ന് നിൽക്കാം. നിങ്ങൾ ഒരു വരി ഉത്തരം പറഞ്ഞാൽ മതി. ഏതാണ് സർവീസ്? MS ഓഫീസ് എന്നൊന്നും പറഞ്ഞു കളയരുത്. പണ്ടൊരു നേതാവ് പറഞ്ഞത് MS ഓഫീസാണ് കൊടുത്തത്. തിരുവനന്തപുരം നഗരത്തിൽ ഒരു ഓഫീസ് പണിയണമെങ്കിൽ, അതും MS പോലെ ഒരു ഓഫീസ് പണിയണമെങ്കിൽ എത്ര രൂപ ചെലവാകുമെന്ന് അറിയാമോ? ഫേസ്ബുക്ക് കൊടുത്തില്ലേ, ബുക്കിനൊക്കെ ഇപ്പൊ എന്നാ വില, പേപ്പറിനൊക്കെ എന്ത് വിലയാണെന്ന് അറിയാമോ എന്ന കണക്കിനാണ് ഉത്തരം പറഞ്ഞത്. ആ ഉത്തരം അപ്പാടെ അങ്ങ് വിഴുകണമെങ്കിൽ ഞങ്ങൾ ആരും പാർട്ടി ക്ലാസ്സിൽ തൽക്കാലം പങ്കെടുക്കുന്നില്ല എന്ന് പ്രിയപ്പെട്ട അനിൽകുമാർ മനസ്സിലാക്കിയാൽ മതി. പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്തിനാണെന്ന് അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിച്ച് 5 രൂപ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത വീണ വിജയനെ ന്യായീകരിക്കാൻ CPM ഇത്രമാത്രം വേർക്കുന്നത്? കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യത്തിൽ എന്തായിരുന്നു CPM-ന്റെ നിലപാട്? CPM, അതായത് പിണറായി വിജയൻ തന്നെ പറഞ്ഞത് അത് ആവശ്യത്തിനുള്ള തെളിവ് അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ കാണുമല്ലോ, അവരന്വേഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്. 56 ലക്ഷത്തിന്റെ കേസായിരുന്നു ബിനീഷിനെതിരായിട്ടുണ്ടായിരുന്നത്. ഇത് 2.5 കോടിയാണ്. ഇന്ന് CPM-ന്റെ പ്രധാന നേതാവായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം പേറുന്ന ആളെന്ന് സ്വയം അവകാശപ്പെടുന്ന പിണറായി വിജയൻ വന്നിട്ട് പറയാ 2.5 കോടിയൊക്കെ ഒരു കോടിയാണോ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, ഏത് അവസ്ഥയിലേക്കാണ് ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇവർ പോയി പെടുന്നത്. 2.5 കോടി ഒരു വലിയ കോടിയാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഒന്ന്. രണ്ട്, മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ ED എത്തി, അന്വേഷണ ഏജൻസി എത്തി എന്ന് പറയുമ്പോൾ ആ സുഹൃത്തുക്കളുടെ പേരിലല്ല കമ്പനി, ആ സുഹൃത്തുക്കളുടെ ഭാര്യമാരുടെ പേരിലാണ് കമ്പനി. എങ്ങനെയാണ് അങ്ങനെ പേപ്പർ കമ്പനികൾ ഉണ്ടാക്കിയത്? അത് അന്വേഷിക്കപ്പെടണ്ടേ? ഏതോ നമ്മുടെ പാവപ്പെട്ട EP ജയരാജനെ ഏതോ പാവപ്പെട്ട ചിറ്റപ്പയുടെ മോൾക്ക് ജോലി മേടിച്ചു കൊടുത്തു, ബന്ധു നിയമനം എന്ന് പറഞ്ഞ് രാജിവെപ്പിച്ച പാർട്ടിയാണ് കേട്ടോ. സ്വന്തം പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർമാരുടെ ഭാര്യമാരുടെ പേരിൽ പേപ്പർ കമ്പനികൾ ഉള്ളത്. താങ്കളുടെ വാദം മുന്നോട്ട് പോകുമ്പോൾ ചോദിക്കാനുള്ളത്, ഇവിടെ ഒരു കേസുണ്ടോ? FIR ഉണ്ടോ? FIR ഇടാതെയും ED-ക്ക് PMLA ആക്ടിന്റെ പരിധിക്കകത്തു നിന്നുകൊണ്ട് പരിശോധന നടത്താം, സെർച്ച് ചെയ്യാം, അന്വേഷണം നടത്താം, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഈ കേസിന്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ എന്താണെന്നും അത് എത്രമാത്രം രാഷ്ട്രീയമായി കേരളത്തിൽ ചർച്ച ചെയ്യുമെന്നും ഉപയോഗിക്കപ്പെടുമെന്നും ED-ക്കും നന്നായിട്ട് അറിയാം, BJP-ക്ക് അറിയാം, കേന്ദ്ര സർക്കാരിന് അറിയാം, കോൺഗ്രസിന് അറിയാം, CPM-ന് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ മുഹമ്മദ് റിയാസ് എന്ന പേര്, കുറെ രേഖ, കുറെ ഹവാല, കുറെ കമ്പനിയുടെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എന്നല്ലാതെ വളരെ വ്യക്തമായി ശക്തമായി എന്താണ് ഇവിടുത്തെ ക്രൈം, ആ ക്രൈമിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ഇതുവരെ ബോധ്യപ്പെട്ടിട്ടുണ്ട്? അങ്ങനെ ഒരു FIR ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നൊന്നുമല്ലല്ലോ. അപ്പോ CPM പുകമറ എന്നാണ് ആ വാക്കിനെ ഉപയോഗിക്കുന്നത്. ഒരു പുകമറ തീർക്കുന്നു. അതങ്ങനെ വളരെ ലളിതമായി തള്ളിക്കളയാൻ പറ്റുന്നതാണ്. അതിൽ 2 കാര്യങ്ങളുണ്ട്. അങ്ങനെ എനിക്ക് 1 മിനിറ്റ് സമയം തരണം. കാരണം ഒന്ന്, പുകമറ സൃഷ്ടിച്ച് പിണറായി വിജയനെ വേട്ടയാടാൻ പിണറായി വിജയൻ ആരാണ്? ഇന്ന് ഇന്ത്യയിൽ ഒരിടത്തും അധികാരത്തിലില്ലാത്തൊരു പാർട്ടിയാണ്. അപ്പൊ അധികാരത്തിലിരിക്കുന്ന ആൾക്കാരെ വേട്ടയാടുന്നത് ഈ പൊളിറ്റിക്കൽ വെൻഡേറ്റ കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം അവർക്ക് ഇൻ റിട്ടേൺ ഒരു കൺസിഡറേഷൻ കിട്ടും. ഒന്നെങ്കിൽ അയാളെ സ്വന്തം പാർട്ടിയിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടാവും അങ്ങനെ വേട്ടയാടുന്നതിൽ. ഇപ്പൊ പിണറായി വിജയൻ അധികാരത്തിലില്ല. അപ്പൊ അദ്ദേഹത്തെ വേട്ടയാടുന്നതിന് പിന്നിൽ എന്താണ് കേന്ദ്ര ഏജൻസിയുടെ ഇപ്പോഴത്തെ ഇന്റൻഷൻ എന്ന് അവരാണ് പറയേണ്ടത്. ഒന്ന്, വേട്ടയാടുന്നു എന്നാണെങ്കിൽ. ഇനി 2, ഇതിൽ PMLA ആക്ട് അങ്ങ് സൂചിപ്പിച്ച പോലെ PMLA-യിൽ FIR ഒരിക്കലും മാൻഡേറ്ററി അല്ല, അത് അവർ ദുരുപയോഗം ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇതിൽ ആദ്യം എന്തായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്? ആദ്യ ഇൻവെസ്റ്റിഗേഷൻ എന്തിനാണ് ഈ പണം വന്നത് എന്നുള്ളതായിരുന്നു.
അതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരം പോലും പറയാൻ വീണ വിജയനോ അദ്ദേഹത്തിന്റെ കമ്പനിക്കോ സാധിച്ചില്ല. വീണ പറഞ്ഞത് എന്നെ കൺസൾട്ടേഷന് വേണ്ടി വിളിച്ചു. നേരത്തെ അനിൽകുമാർ ചോദിക്കുന്നത് കേട്ടു, റാഷിദിന് മനോരമ സാലറി തരുന്ന കാര്യമൊക്കെ. ഞാൻ ചോദിക്കട്ടെ റാഷിദെ, റാഷിദ് ഇന്റർവ്യൂവിന് വന്നിട്ട് അതിന്റെ ഫൈനൽ ഡിസിഷൻ ആവുന്നതിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ അങ്ങേക്ക് സാലറി കിട്ടി തുടങ്ങുമോ? ഇല്ലല്ലോ. അങ്ങ് ഇന്റർവ്യൂ ഫേസ് ചെയ്ത് അങ്ങേക്ക് ഓഫർ ലെറ്റർ കിട്ടി, അങ്ങ് ജോലി ചെയ്ത് ആദ്യ മാസമാണ് ശമ്പളം കിട്ടുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്നറിയാമോ? വീണ വിജയനുമായും ഈ പറയുന്ന കമ്പനി അല്ലെങ്കിൽ കരിമണൽ കർത്ത എന്ത് ചെയ്യുന്നു, ഒരു കൺസൾട്ടേഷൻ നടത്തുന്നു. നമുക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്, അല്ല ഒരു മിനിറ്റ് ആവശ്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയാ, ആവശ്യങ്ങളുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ 5 ലക്ഷം ഇട്ട് കൊടുക്കുക, പിന്നെ 3 ലക്ഷം കമ്പനിക്ക് ഇട്ട് കൊടുക്കുന്ന 8 ലക്ഷം, അങ്ങനെ 2.5 കോടി എത്തുന്നു. ഒടുക്കം ആ സർവീസ്, അതായത് ആ സോഫ്റ്റ്വെയർ ഡെലിവർ ചെയ്യാൻ ഇവർ കമ്പനിക്ക് പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ ആ സോഫ്റ്റ്വെയർ ഏതാണെന്ന് സജസ്റ്റ് ചെയ്യുന്നതിനാണ് 2.5 കോടി കൊടുക്കുന്നത്. അതായത് ഈ അന്വേഷണ ഏജൻസി ആദ്യം അന്വേഷിച്ചത് എന്തിനാണ് പണം വന്നതെന്നാണ്. ഇപ്പോൾ ആ പണം എവിടേക്കാണ് പോയത് എന്നാണ് അന്വേഷിക്കുന്നത്. അത് അന്വേഷിക്കുന്നത് എന്താണെന്ന് തെറ്റ്. മടിയിൽ കനവില്ലെങ്കിൽ എന്തിനാ പേടിക്കുന്നത്? കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തിനാ പേടിക്കുന്നത്? ഈ കൈ ഉയർത്തി കാണിച്ച് ഇത് ശുദ്ധമാണ് എന്ന് പറയുന്നതിന് പകരം ഈ കയ്യിൽ ഇതാണ് ആ രേഖ, ഈ രേഖ പ്രകാരമാണ് സർവീസിൽ പൈസ കിട്ടിയത് എന്ന് ഇന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നെങ്കിൽ അത് ക്രിസ്റ്റൽ ക്ലിയർ ആകുമായിരുന്നു. അതിൽ നമുക്ക് കോൺഗ്രസിന്റെ മറുപടി. ഓക്കെ, അങ്ങ് 2 വാർത്തകൾ ഞാൻ വായിക്കാം. ഒന്ന് അനിൽകുമാർ പറഞ്ഞ 2 നുണകൾ പൊളിക്കാൻ വേണ്ടിയാണ്. ഒന്ന് നാഷണൽ ഹെറാൾഡിന്റെ തന്നെ റിപ്പോർട്ടാണ്. അതിൽ നാഷണൽ ഹെറാൾഡ് പറയുകയാണ്, അദ്ദേഹം പറഞ്ഞത് CPM-ന്റെ നിലപാടാണല്ലോ. Sitaram Yechury argued that the central government was weaponizing the ED and CBI to intimidate political rivals and suppress the opposition and expressly Congress party and Rahul Gandhi's voice. ഇത് പറഞ്ഞിരിക്കുന്നത് നാഷണൽ ഹെറാൾഡിന്റെ റിപ്പോർട്ടാണ്. ബാക്കിയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങേക്ക് നാഷണൽ ഹെറാൾഡിനെ വിശ്വാസത്തിലെ വായിച്ചാൽ മതി. സീതാറാം യെച്ചൂരി, നിങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, പറഞ്ഞത് കേന്ദ്ര ഏജൻസികളെ ആയുധവൽക്കരിച്ച് രാഹുൽ ഗാന്ധിയെ വേട്ടയാടുകയാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ എന്നാണ് പറഞ്ഞത്. ആ നിലപാടിൽ നിന്ന് CPM-ന് വ്യത്യാസമുണ്ട് എന്ന്. അതായത് കോമ്രേഡ് യെച്ചൂരിയേക്കാൾ വലിയ ആളാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ എല്ലാ വാദങ്ങളെയും റദ്ദു ചെയ്യുകയാണെന്ന് കോമ്രേഡ് അനിൽകുമാർ പറഞ്ഞാൽ മതി. ഇനി രണ്ടാമതൊരു കാര്യമുണ്ട്. അനിൽകുമാർ പറഞ്ഞെന്താ, നാഷണൽ ഹെറാൾഡ് കേസിൽ FIR ഇല്ല സാർ. എന്നിട്ടോ ആ FIR ഇല്ലാത്തത് ആരെ സഹായിക്കാനാണ് സാർ? BJP രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും സഹായിക്കാൻ FIR ഇട്ടില്ല എന്ന് സാർ. ഇനി നാഷണൽ ഹെറാൾഡ് കോൺഗ്രസിന്റെ പത്രമല്ലേ, പീപ്പിൾസ് ഡെമോക്രസി. ആരുടെ പത്ര, ആരുടെ ഡെയിലിയാ? ഞാൻ അതിൽ നിന്നൊരു റിപ്പോർട്ട് വായിക്കാം. പീപ്പിൾസ് ഡെമോക്രസി 16 ഡിസംബർ 2025. ഡൽഹി കോർട്ട് റൂൾസ് Sonia Gandhi and Rahul Gandhi not entitled to get the copy of FIR in National Herald case. അതായത് സോണിയാഗാന്ധിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കും നാഷണൽ ഹെറാൾഡ് കേസിൽ ഇട്ടിരിക്കുന്ന FIR കിട്ടാൻ അത് പ്രൈവറ്റായി കിട്ടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അത് കിട്ടാനുള്ള അവകാശമില്ല എന്ന് ഡൽഹി ഹൈക്കോടതി റൂൾ ചെയ്തു എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പീപ്പിൾസ് ഡെമോക്രസിയാണ് സാർ. ആ പീപ്പിൾസ് ഡെമോക്രസി ആരുടെ പത്രമാണ് സാർ? ഇനി ദേശാഭിമാനി കൂടി എഴുതിയാലേ അങ്ങേക്ക് വിശ്വാസം വരികയുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് ഉത്തരവില്ല. അതായത് അങ്ങ് പറഞ്ഞത് നുണയാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ FIR ഉണ്ട്. FIR ഇട്ട് തന്നെയാണ് വേട്ടയാടിയത്. ഇനി അങ്ങ് പറഞ്ഞു ഞങ്ങളെ സഹായിക്കാൻ കേന്ദ്ര ഏജൻസികൾ BJP ഒക്കെ അങ്ങ് വരി നിൽക്കുകയാണ്. 106 കേസുണ്ട് ശ്രീ അനിൽകുമാർ. ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ മോദിയുടെ പോലീസ്, മോദിയുടെ ഏജൻസികൾ എടുത്തത് അതിൽ 102 കേസുകൾ പ്രതിപക്ഷത്തിനെതിരായിട്ടാണ്. 102 അതിൽ 98 കേസുകൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ടാണ് സാർ. ഞങ്ങളെക്കാൾ കേന്ദ്ര ഏജൻസിയുടെ വേട്ടയെ പറ്റി പറയാൻ ഒരു തരിമ്പിന്റെ പോലും അവകാശം CPM-നില്ല. കാരണം എന്താ? നിങ്ങൾക്കെതിരായി കൃത്യമായി തെളിവുള്ള കേസിൽ, അതായത് ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ദ ക്രൈം എന്ന് റിപ്പോർട്ട് കൊടുത്ത കേന്ദ്ര ഏജൻസി അവിടെ ഒരു തവണ പോലും വന്നില്ല. നിങ്ങൾക്കെതിരായി വ്യക്തമായി തെളിവുള്ള തൃശ്ശൂരിലെ ബാങ്ക് കൊള്ള കേസിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വണ്ടി കയറി കേന്ദ്ര ഏജൻസി. അങ്ങനെ പലപ്പോഴും ഒളിച്ചേ പാത്തയും ടോമാൻ ചെറിയൊക്കെ നിങ്ങളും കേന്ദ്ര ഏജൻസിയും കൂടെ കളിച്ചതൊക്കെ ജനത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പോൾ എന്താണ് കളി എന്നത് നിങ്ങൾ വ്യക്തമാക്കിയാൽ മതി. എന്തിനാണ് വീണ വിജയനെ ന്യായീകരിക്കാൻ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് അനിൽകുമാറിന് വേണ്ടിയല്ല, സാധാ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി. എന്തിനാണ് വീണ വിജയനെ, 5 രൂപ മെമ്പർഷിപ്പ് ഇല്ലാത്ത വീണ വിജയനെ ന്യായീകരിക്കാൻ CPM മെനക്കെടുന്നത്? എന്തിനാണ്? അതായത് കോയമ്പത്തൂരിൽ പോയി SFI പ്രവർത്തനത്തിൽ ഏർപ്പെടാതെ കോയമ്പത്തൂരിൽ പോയി പഠിച്ച 10 സെക്കൻഡ് പ്രധാനപ്പെട്ട കാര്യം, SFI പ്രവർത്തനം നടത്താതെ കോയമ്പത്തൂരിൽ പോയി പഠിച്ച വീണ വിജയനെ ന്യായീകരിക്കാൻ എന്തിനാണ് പാവപ്പെട്ട SFIക്കാരെ കട്ടയെടുത്ത് കൈ കൊടുത്ത് തിഹാർ ജയിലിലേക്ക് പറഞ്ഞു വിടുന്നതെന്ന് CPM പുനർവിചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.